നീണ്ട നാളിന് ശേഷമാണ് കൊച്ചുകടുത്ത അയ്യപ്പനെ കാണുന്നത്. അയ്യപ്പൻ അവനെന്നും ഒരു കൗതുകമാണ്. തന്നേക്കാൾ 5 വയസ്സെങ്കിലും ഇളയ ചെക്കൻ, എന്നാൽ ചിന്തകളിൽ 50 വയസ്സെങ്കിലും മൂത്തവൻ. മല്ലയുദ്ധം പഠിക്കാൻ ശിഷ്യനായി കളരിയിൽ വന്നതും പിന്നീട് തനിക്ക് പലതും പകർന്നു നൽകിയതുമൊക്കെ ജീവിതത്തിലെ വലിയ വഴിത്തിരിവുകളാണ്. ആദ്യം അയ്യപ്പനെന്നും പിന്നെ അനിയനെന്നും ഇപ്പോൾ ചങ്ങാതി എന്നുമാണ് വിളിക്കുന്നത്. അവൻ്റെ ചിന്തകൾക്കും സംഭാഷണങ്ങൾക്കും എന്തൊരു ശക്തിയാണ്, എന്തൊരു കരുതലാണ്. അപൂർവമായി മാത്രം ആ കണ്ണുകളിൽ രോഷമാളി കത്തുന്നത് കാണാം. ആ സമയം പുരികം ഉയരും, നെറ്റി ചുമക്കും, പക്ഷേ പെട്ടെന്ന് തന്നെ തണുക്കും. അവൻ്റെ കൂടെ കൂടിയ ശേഷം തനിക്ക് കിട്ടിയ അംഗീകാരങ്ങൾ ചെറുതല്ല. ഒരു കളരിയിൽ കുട്ടികളെ ചൂടുകൾ പഠിപ്പിച്ച് കാലം കഴിയേണ്ട താനിപ്പോൾ പന്തളം രാജാവിൻ്റെ സദസ്സിലെ ക്ഷണിക്കപ്പെട്ട അതിഥിയാണ്. നാളെ രാജസദസ്സിൽ തൻ്റെ വാക്കുകൾക്കും വിലയുണ്ടാകും. കളരി പഠിച്ച ശേഷം കാട്ടിലേക്ക് മടങ്ങിയ തൻ്റെ പൊന്നു ചങ്ങാതി ഇതാ ഈ ദേശത്തിൻ്റെ സർവ്വസൈന്യാധിപൻ, തമ്പുരാൻ്റെ ദത്തുപുത്രൻ. താൻ വലിയ ചിന്തയിലാണല്ലോ. കൊച്ചുകടുത്ത ഞെട്ടി. രാമൻ കടുത്ത അയാളെ സ്നേഹത്തോടെ പുണർന്നു. വലിയങ്ങ് എപ്പോൾ എത്തി? കുറച്ചു നേരമായി. വന്ന പാടെ നല്ല പുകയില കിട്ടുന്ന സ്ഥലം തപ്പി ഇറങ്ങി. അപ്പോഴാണ് അറിയുന്നത് നമ്മുടെ അയ്യപ്പൻ്റെ ഭരണപരിഷ്കാരത്തെക്കുറിച്ച്. പുകയിലയും കഞ്ചാവും കള്ളുമൊക്കെ പമ്പ കടന്നെന്ന്. രാമൻ കടുത്തയുടെ മുഖത്ത് കുറച്ച് നിരാശയുണ്ടായിരുന്നു. ഞാനും കേട്ടു. ചങ്ങാതി ചെയ്തതിന് വ്യക്തമായ എന്തെങ്കിലും കാരണവും കാണും. തൽക്കാലം അങ്ങനെ ക്ഷമിക്കുക. രാമൻ കടുത്ത് ചിരിച്ചു. അത് സാരമില്ലടോ. 4 കൂട്ടി മുറുക്കിയാണ് ശീലം. ഇനിയിപ്പോൾ 3 കൂട്ടി ആവാം. ആട്ടെ, അവനെ കണ്ടോ? അടിയന്തരമായി വിളിപ്പിച്ചതിന് പിന്നിൽ വല്ല ഉദ്ദേശവുമുണ്ടോ? കൊച്ചുകടുത്ത രാമനെ ഒന്നൊഴിഞ്ഞു. അങ്ങ് നാള് കൊള്ളാമല്ലോ. എല്ലാം അറിഞ്ഞു വച്ചിട്ട് ചോദിക്കുന്നതല്ലേ. രാമൻ്റെ അമ്പ് പിഴക്കില്ലെന്നാണ്. അത് പുരാണത്തിലെ രാമചന്ദ്രൻ്റെ കാര്യമാണല്ലോ. ഞാൻ പാവൻ രാമൻ കടുത്ത. നീ കാര്യം പറ. അല്ല, എന്തു പറഞ്ഞാണ് ദൂതൻ വന്നത്? പന്തളത്ത് തമ്പുരാൻ്റെ കൽപ്പന പ്രകാരം സർവ്വസൈന്യാധിപൻ അയ്യപ്പൻ വിളിപ്പിക്കുന്നു എന്ന്. അപ്പോൾ ഇവിടെ നടന്നതെന്നും അങ്ങനെ അറിഞ്ഞില്ലേ? ഇല്ലെന്നേ, തെളിച്ചു പറയേ. പെരുമ്പാറ്റയുടെ ആക്രമണം നാട്ടിൽ പൊടി പൊടിക്കുന്നു. കാട്ടിൽ പിടിമുറുക്കി മഹിഷിയും കൂട്ടരും. ഇത് രണ്ടും പോരാഞ്ഞിട്ടാണ് പുതിയൊരു മാരണത്തിൻ്റെ വരവ്. കടൽ കൊള്ളക്കാരൻ ബാവർ. ചുരുക്കി പറഞ്ഞാൽ നാട്ടിലും കാട്ടിലും കടലിലും ശത്രു. രാമൻ കടുത്ത അയാളുടെ നരച്ച മീശ ഒന്ന് പിരിച്ചു. എന്നിട്ട് പുഞ്ചിരിച്ചു. കടുത്തേ, തൻ്റെയും എൻ്റെയും പേരിൽ എങ്ങനെയാ കടുത്ത വന്നത്? അങ്ങനെ തമാശ പറയുകയാണോ? ഇവിടെ ഗൗരവമുള്ളൊരു കാര്യം പറയുമ്പോൾ ചൂടാവാതെ പറയടോ. ജനിച്ചപ്പോൾ അപ്പനും അമ്മയും ഇട്ട പേരാണ് കടുത്ത. കൊച്ചേ കൊച്ചേ എന്ന് വിളിച്ച് വിളിച്ച് കൊച്ചു കടുത്തയായി. കളരിയിലെ പിള്ളേർക്ക് കടുത്ത ആശാനുമായി. അങ്ങനെങ്ങനെ കിട്ടിയത്? എൻ്റെ പേര് രാമൻ എന്നാണ്. കുടുംബത്തിൽ 2 രാമന്മാരുണ്ടായിരുന്നു. മറ്റേതെൻ്റെ ഇളയതാ. അങ്ങനെ ഞാൻ വലിയ രാമനായി. പിന്നെ എൻ്റെ ശിക്ഷണത്തിൻ്റെ കടുപ്പം കൊണ്ടാവും കടുത്ത എന്ന വിളിപ്പേര് വീണത്. അങ്ങന്ന് ഇത് ചോദിക്കാൻ എന്താ കാരണം? പറയാടോ. നമ്മൾ 2 പേരും കടുത്തകളാണ്. കടുത്ത തീരുമാനങ്ങൾ എടുക്കേണ്ടവർ, ഇടം വലം നിന്ന് പോരാടേണ്ടവർ, ചെറുക്കൻ്റെ ഒപ്പം ഉണ്ടാവണം അവസാന ശ്വാസം വരെ. എനിക്കിനി അധികകാലം ഇല്ലടോ. വയസ്സ് 10-70 കാണും. ഇനി ഒടുങ്ങുന്നത് ചിലപ്പോൾ അയ്യപ്പൻ്റെ യുദ്ധത്തിലാവും, മഹായുദ്ധത്തിൽ. കൊച്ചുകടുത്ത ഗൗരവത്തോടെ കേട്ടിരുന്നു. രാമൻ കടുത്ത തുടർന്നു. ഞാനെല്ലാം കേട്ടിട്ടും അറിഞ്ഞിട്ടും ഒക്കെ തന്നെയാണ് വന്നത്. അയ്യപ്പന് നമ്മൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ എല്ലാവരും അവനോട് കാണിക്കുന്ന ഈ സ്നേഹത്തിൽ എനിക്ക് വലിയ വിശ്വാസം പോരാ. അതവനും അറിയാം. എൻ്റെ പഴമനസ്സിൽ പല ആശങ്കകളുമുണ്ട്, പക്ഷേ വലിയ പ്രതീക്ഷകളുമുണ്ട്. തിരുനെല്ലി പെരുമാൾ ചതിക്കില്ല, ഉറപ്പ്. അയ്യപ്പൻ കോവിലകത്തെത്തിയപ്പോൾ രാത്രിയായി. കൊച്ചുകടുത്തയും വലിയ കടുത്തയും എത്തിയെന്നറിഞ്ഞ് അവന് വലിയ സന്തോഷമായി. അവൻ അവരെ കാണാനിറങ്ങി. പുറത്ത് കുറ്റിരുട്ട്. ഇന്ന് അമാവാസിയാണെന്ന് അവൻ ഓർത്തു. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. കഴുത്തിലൊരു കുരുക്ക്. ശബ്ദം ഉയർത്താൻ പറ്റുന്നില്ല. വലിയൊരു കയർ കഴുത്തിൽ മുറുകുന്നു. അരയിലെ ചുരികയിലേക്ക് കൈ എത്തും മുന്നേ അടുത്ത കുരുക്ക്. ഇരുട്ടിൽ പതിയിരുന്ന് ആരോ കുരുക്കെറിഞ്ഞതാണ്. അയ്യപ്പൻ ചുറ്റും നോക്കാൻ ശ്രമിച്ചു. പറ്റുന്നില്ല. കുരുക്ക് മുറുകുന്നു. അവൻ സകല ശക്തിയും എടുത്ത് കയർ വലിച്ചു. പക്ഷെ കുരുക്ക് മുറുകിക്കൊണ്ടേയിരുന്നു. അവൻ്റെ കഴുത്തിൽ നിന്നും ചോര പൊടിഞ്ഞു. പെട്ടെന്നൊരു ശീൽക്കാര ശബ്ദം കേട്ടു. അവൻ ഞെട്ടി. കഴുത്തിലെ കുരുക്ക് അയഞ്ഞു. കയർ നിലത്ത് വീണു. വീണ്ടും ശബ്ദം. ബാക്കി വന്ന കയറുകളും അയഞ്ഞ് നിലത്ത് വീണു. അയ്യപ്പൻ വേഗത്തിൽ ചുരുകിയെടുത്ത് കയറുകൾ മുറിച്ചെറിഞ്ഞു. അവൻ ചുറ്റും നോക്കി. കുറ്റിരുട്ട്. ഒരു കാൽപ്പെരുമാറ്റം. മോനെ. കടുത്ത അമ്മാവൻ.
അയ്യപ്പൻ ആ ശബ്ദം തിരിച്ചറിഞ്ഞു. രാമൻ കടുത്ത അടുത്തെത്തി. കുഞ്ഞിന് എന്തെങ്കിലും പറ്റിയോ? ഏയ് കുഴപ്പമില്ല. അമ്മാവൻ്റെ ഉന്നം പിഴച്ചില്ല. പെട്ടെന്ന് പന്തങ്ങൾ ജ്വലിച്ചു. കാവൽക്കാർ ഓടിയെത്തി. രാമൻ കടുത്ത എല്ലാവരെയും രൂക്ഷമായി നോക്കി. ശകാരിച്ചു. അസത്തുക്കൾ, ഇതാണോ കാവൽ? അവർ തലകുനിച്ചിരുന്നു. അയ്യപ്പൻ ഇടപെട്ടു. സാരമില്ല, ആരാണ് വന്നതെന്ന് നോക്കൂ. അയ്യപ്പൻ്റെ വാക്കുകൾ കേട്ട് അവർ പന്തങ്ങളുമായി പാഞ്ഞു. കഴുത്തിൽ അമ്പ് തറച്ച് ജീവൻ അറ്റുകിടക്കുന്ന ഒരാളെ കണ്ടെത്തി. ഇനിയും ചതിയന്മാരുണ്ടാകാൻ ഇടയുണ്ട്. അവർ 4 പാടും പാഞ്ഞു. മുതുകിൽ അമ്പ് തറച്ച് കിടക്കുന്ന വേറൊരുത്തൻ. രക്ഷപ്പെട്ട് ഓടുമ്പോൾ അമ്പ് കൊണ്ടതാവും. ഇരുട്ടിലും രാമൻ കടുത്തിയുടെ ഉന്നം അപാരം. പ്രവേശന കവാടത്തിലെത്തിയപ്പോൾ തലയേറ്റ് കിടക്കുന്ന 4 പേർ. അതാ ഊരിപ്പിടിച്ച വാളുമായി കൊച്ചുകടുത്ത. വാളിൽ നിന്നും ചോര ഇറ്റ് വീണുകൊണ്ടിരിക്കുന്നു. അയാളുടെ വലതുകാൽ നിലത്ത് വീണ് കിടന്ന് പിടയുന്ന ഒരുത്തൻ്റെ കഴുത്തിലാണ്. അയാൾ കൈകാലുകളിട്ടടിക്കുന്നു. പതിയെ അയാളും പ്രാണൻ വെടിയുന്നു. കൊച്ചുകടുത്ത ഒന്നുകൂടി ചുറ്റും നോക്കി. അയ്യപ്പൻ വരാൻ പറഞ്ഞ സമയം കൊള്ളാം. അമാവാസിക്ക് മുന്നേ എത്തണമെന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു. അയാൾ ഓർത്തു. അയ്യപ്പനും രാമൻ കടുത്തയും അവിടെ എത്തി. രാമൻ കടുത്ത അയ്യപ്പൻ്റെ കൈ പിടിച്ചിരുന്നു. അയ്യപ്പൻ്റെ കഴുത്തിലൂടെ ചോര പൊടിഞ്ഞിറങ്ങുന്നത് കൊച്ചുകടുത്ത കണ്ടു. അവൻ്റെ കണ്ണുകൾ കോപം കൊണ്ട് കലങ്ങി. നിങ്ങൾ എന്ത് കാവൽക്കാരാണ്? അയാൾ പടയാളികളോട് കയർത്തു. അയ്യപ്പൻ കൊച്ചുകടുത്തയുടെ ചുമലിൽ തട്ടി. ചങ്ങാതി, സാരമില്ല. നേർക്ക് നേർ നിന്ന് യുദ്ധം ചെയ്ത് ശീലിച്ചവരാണ് ഇവരൊക്കെ. ചതിയിൽ പൊതിഞ്ഞ യുദ്ധം കാണാത്തവരാണ്. അവരോട് ക്ഷമിക്കേ. അയ്യപ്പൻ പടയാളികളെ നോക്കി. എല്ലാവരും തലകുനിച്ച് നിൽക്കുന്നു. ചിലരുടെ കണ്ണുകൾ ഈറനണിഞ്ഞിട്ടുണ്ട്. ആരും വിഷമിക്കേണ്ടെന്നേ. കൂടുതൽ ജാഗ്രത വേണം ഇനി മുതൽ. ഇതിൻ്റെ പേരിൽ ഇനി കുറ്റപ്പെടുത്തലൊന്നും വേണ്ട. എല്ലാവരും പൊയ്ക്കോളും. അവർ പിരിഞ്ഞുപോയി. വേദനിക്കുന്നുണ്ടോ കുഞ്ഞെ? രാമൻ കടുത്ത അവനെ വാത്സല്യത്തോടെ തലോടി. ഇല്ലമ്മാവ, മരുന്ന് പുരട്ടാം. കൊച്ചുകടുത്ത അവൻ്റെ കൈ പിടിച്ചു. ചങ്ങാതി, ഇത് അവസാനത്തേതാണ്. ഈ കൊച്ചുകടുത്ത ജീവിച്ചിരിക്കുമ്പോൾ ഇനി എൻ്റെ ചങ്ങാതിയുടെ ശരീരത്തിൽ നിന്നും ഒരു നുള്ളു ചോര പൊടിയില്ല. നാളെ മുതൽ അയ്യപ്പൻ്റെ കാവലാൾ ഞാനാണ്. എന്നെ അതിനനുവദിക്കണം. അയ്യപ്പൻ അവനെ സ്നേഹത്തോടെ അടിച്ചു. കുഞ്ഞെ, ശത്രു പ്രബലനാണ്. അകത്തും പുറത്തും ഉണ്ടാകും. സൂക്ഷിക്കണം. കുഞ്ഞ് വിശ്രമിക്കൂ. ചിലത് പറയാനുണ്ട്. നാളെ ആവട്ടെ. അവരെല്ലാവരോടും യാത്ര പറഞ്ഞ് അറയിലേക്ക് പോയി. പിറ്റേന്ന് രാജസദസ്സിൽ പന്തളത്തേക്ക് ക്ഷണിക്കപ്പെട്ട അതിഥികളെല്ലാം എത്തിയിരുന്നു. തമ്പുരാൻ വളരെ ഗൗരവത്തിലാണ്. അയ്യപ്പന് നേരെ വധശ്രമം ഉണ്ടാവുകയെന്നാൽ അത് രാജസ്ഥാനത്തിന് നേരെ ഉണ്ടാകുന്നതിന് തുല്യമാണ്. ക്ഷമിക്കാൻ പറ്റുന്നതിനും അപ്പുറം. അവൻ്റെ ഈ ഒറ്റയ്ക്കുള്ള യാത്രകളാണോ അപകടം ക്ഷണിച്ചു വരുത്തുന്നത്? അവൻ്റെ യാത്രകൾക്ക് രാത്രിയെന്നോ പകലെന്നോ ഇല്ല. എങ്ങോട്ടേക്കാണെന്ന് പറയാറുമില്ല. തമ്പുരാൻ ചിന്തകളിൽ നിന്ന് ഉണർന്നു. മുന്നിലിരിക്കുന്നവർ മുഴുവൻ തൻ്റെ മുഖത്തേക്ക് കണ്ണും നട്ടിരിക്കുന്നത് അദ്ദേഹം ശ്രദ്ധിച്ചു. തമ്പുരാൻ മുഖത്ത് ചിരി വരുത്താൻ ശ്രമിച്ചു. വലതുവശത്തിരിക്കുന്ന അയ്യപ്പനെയും ഇടതുവശത്തിരിക്കുന്ന രാജമന്നനെയും നോക്കി. അയ്യപ്പൻ്റെ കഴുത്തിൽ മരുന്ന് വച്ച് തുണി ചുറ്റിയിട്ടുണ്ട്. അത് നോക്കി അദ്ദേഹം നെടുവേർപ്പെട്ടു. പിന്നെ ഗൗരവത്തോടെ പറഞ്ഞു, പ്രിയ സഭാവാസികളെ, ഇന്നലെ നമ്മുടെ സർവ്വസൈന്യാധിപനായ അയ്യപ്പൻ എന്താണ് സംഭവിച്ചതെന്ന് നാം പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. ശത്രു നമ്മുടെ താവളത്തിലെത്തി പടത്തലവനെ തന്നെ വധിക്കാൻ ശ്രമിച്ചു. നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ ഈ 2 മാന്യ അവറുകളില്ലായിരുന്നുവെങ്കിൽ നമുക്ക് അയ്യപ്പനെ നഷ്ടമാവുമായിരുന്നു. രാമൻ വലിയ കടുത്തയ്ക്കും കൊച്ചുകടുത്തയ്ക്കും പന്തളം രാജസ്ഥാനത്തിൻ്റെ നന്ദി അറിയിക്കുന്നു. അയ്യപ്പൻ്റെ സുരക്ഷാ ചുമതല കൊച്ചുകടുത്തയെ ഏൽപ്പിച്ചും പന്തളം പടയുടെ മുഴുവൻ മേൽനോട്ടം വലിയ കടുത്തയെ ഏൽപ്പിച്ചും ഇതിനാൽ നാം ഉത്തരവിടുന്നു. രാജസദസ്സ് ഒന്നടങ്കം കൈയടിച്ചു. കൊച്ചുകടുത്തയ്ക്ക് വലിയ അഭിമാനം തോന്നി. രാമൻ കടുത്തയാകട്ടെ പ്രത്യേകിച്ച് ഭാവമൊന്നും ഇല്ലാതെയിരുന്നു. തമ്പുരാൻ തുടർന്നു. ഇന്നത്തെ രാജ്യസഭ അടിയന്തരമായി വിളിച്ചുകൂട്ടാൻ ആവശ്യപ്പെട്ടത് അയ്യപ്പനാണ്. അതിനാൽ അയ്യപ്പന് പറയാനുള്ളത് പറയാം. അയ്യപ്പൻ എഴുന്നേറ്റ് രാജസദസ്സിനെ വണങ്ങി. പന്തളം തമ്പുരാൻ്റെ ക്ഷണം സ്വീകരിച്ചെത്തിയ ഗുരുസ്ഥാനീയരായ രാമൻ കടുത്തയ്ക്കും കൊച്ചുകടുത്തയ്ക്കും വിവിധ ദേശങ്ങളിൽ നിന്നായി പന്തളത്തിന് ഈ മലയാള നാടിനു വേണ്ടി പൊരുതാൻ വന്ന നമ്മുടെ സഹോദരങ്ങൾക്കും അവരെ യഥാവിധി സ്വീകരിച്ച നമ്മുടെ നാട്ടുകാർക്കും സ്നേഹമറിയിക്കുന്നു. ഇന്നലെ എനിക്ക് നേരെയുണ്ടായ ആക്രമണം പരസ്പരമുള്ള കുറ്റപ്പെടുത്തലിനായി ആരും ഉപയോഗിക്കരുത്. നമ്മൾ ചിന്തിക്കേണ്ടത് പഴുതടച്ച സുരക്ഷയെക്കുറിച്ചാണ്. നമ്മുടെ പട വിപുലീകരിക്കേണ്ടതിൻ്റെ ആവശ്യകത നമുക്കറിയാം. അതിനായി ശ്രമങ്ങൾ നടക്കുന്നുമുണ്ട്. ഇന്നലെ നമ്മെ ആക്രമിക്കാൻ വന്നവരെക്കുറിച്ച് വ്യക്തമായ ഉത്തരം കിട്ടിയിട്ടുണ്ട്. എല്ലാവരും പെരുമ്പാറ്റകൾ തന്നെയാണ്. എല്ലാവരുടെയും കഴുത്തിൽ പുലിയടയാളമുണ്ട്. ഒരാൾ പോലും ജീവനോടെ പോയിട്ടില്ല. ഇത് അവർക്കൊരു പാഠമാണ്. കരിമലക്കോട്ടയിലെ ഉദയൻ്റെ പതനം തുടങ്ങി. അതിനു മുമ്പ് മറ്റൊന്നുകൂടി പറയാനുണ്ട്. അച്ഛൻ തമ്പുരാനെ, ഒരാളെ കൂടി ഈ സഭയിലേക്ക് ക്ഷണിക്കാൻ അവിടുന്ന് അനുമതി തരണം. സദസ്യർ അത്ഭുതത്തോടെ ചുറ്റും നോക്കി. ഇനി ആരാണ് വരാൻ? തമ്പുരാനും കൗതുകമായി.
അദ്ദേഹം അറിയാത്ത പുതിയ ആളാരാണ്? ശരി, അയ്യപ്പൻ്റെ അതിഥിയെ വിളിക്കൂ. അയ്യപ്പൻ സദസ്സിനെ വണങ്ങി പുറത്തേക്ക് പോയി. കുഞ്ചുകുറുപ്പിനും ആകെ സംശയമായിരുന്നു. അങ്ങോട്ട് പോയി വിളിച്ചു കൊണ്ടുവരാൻ മാത്രം പ്രാധാന്യമുള്ള അതിഥി ആരാണ്? പെട്ടെന്ന് സദസ്യർ ചാടി എഴുന്നേറ്റു. അയ്യപ്പൻ്റെ കൈ പിടിച്ച അയാൾ, കൊള്ളക്കാരൻ ബാവർ. തമ്പുരാൻ്റെ ശരീരത്തിലൂടെ പോലും മിന്നൽ പിണറുകൾ പാഞ്ഞു. അയ്യപ്പ, എന്താ ഇത്? ഈ രാജ്യദ്രോഹി എങ്ങനെ ഇവിടെ? അച്ഛൻ തമ്പുരാനെ, ബാവർ കൊള്ളക്കാരനല്ല, രാജ്യദ്രോഹിയുമല്ല. കൊള്ളക്കാരെ അമർച്ച ചെയ്യാൻ പൊരുതുന്നവനാണ്. അദ്ദേഹം മഹാനായ പോരാളിയാണ്. അയ്യപ്പൻ പറയുന്നതൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. ഇയാൾ കൊള്ളക്കാരനല്ലെങ്കിൽ പിന്നെ കള്ളം പറയുന്ന ആരാണ്? നമ്മുടെ പ്രജകളാണോ? എരുമേലിയിൽ ഉൾപ്പെടെ നടന്ന കൊള്ളയ്ക്കും കൊള്ളിവയ്പ്പുകൾക്കും ആരാണ് പിന്നെ ഉത്തരവാദി? അച്ഛൻ തമ്പുരാനെ, പെരുമ്പാറ്റകളുമായി നമ്മളെക്കാൾ ശത്രുതയുള്ള ആളാണ് ബാവർ. ബാവർക്ക് ദുഷ്പേര് സമ്പാദിച്ചു നൽകാനാണ് പെരുമ്പാറ്റകൾ ശ്രമിക്കുന്നത്. അവർ നടത്തുന്ന കൊള്ളയും കൊലപാതകവുമൊക്കെ ബാവരുടെ തലയിൽ കെട്ടിവെച്ചാൽ രാജസ്ഥാനത്തിനും ദേശവാസികൾക്കും ബാവർ രാജ്യദ്രോഹിയാവും. അതിനുള്ള ശ്രമങ്ങളാണ് കുറേ നാളായി നടക്കുന്നത്. അക്രമം അഴിച്ചുവിട്ട ശേഷം അത് ബാവരുടെ മേൽ ചാർത്തി കൊടുക്കും. തലക്കെട്ട് ധരിച്ച അക്രമികളെ കാണുമ്പോൾ അത് ബാവരുടെ അനുയായികളാണെന്ന് ദേശവാസികൾ കരുതും. കുഞ്ചുകുറുപ്പ് ഇടപെട്ടു. അയ്യപ്പ, എങ്കിലും ചില കാര്യങ്ങളിൽ സംശയം ഒഴിയുന്നില്ല. മഹാബലവാനും സേനാബലമുള്ളവനുമായ ബാവരെ അങ്ങ് ഒറ്റയ്ക്ക് കീഴ്പ്പെടുത്തി ഇവിടെ കൊണ്ടുവന്നു. അത് അത്രയ്ക്ക് അങ്ങോട്ട് ദഹിക്കുന്നില്ല. ഇപ്പോഴിതാ ബാവർ പന്തളത്തിൻ്റെ ശത്രുവല്ല, മിത്രമാണെന്നും പറയുന്നു. എവിടെയോ ഒരു ചേർച്ചയില്ലായ്മ. ബാവരെയാണോ അയ്യപ്പനെയാണോ വിശ്വസിക്കേണ്ടത്? കൊച്ചുകടത്തേക്ക് കോപം ഇരച്ചു കയറി. ഒറ്റ വെട്ടിന് ഇവൻ്റെ തലയെടുക്കണം. അയാൾ മുഷ്ടി ചുരുട്ടി. അയ്യപ്പൻ ശാന്തനായിരുന്നു. കുറുപ്പമാവ, ബാവരെയും വിശ്വസിക്കണം, അയ്യപ്പനെയും വിശ്വസിക്കണം. സ്നേഹവും കരുണയും മനസ്സിൽ സൂക്ഷിച്ചാൽ പടക്കോപ്പുകളും പടയാളികളും ഒന്നുമില്ലാതെ തന്നെ ആരെയും ജയിക്കാം. അത് കായികമായ ജയമല്ല, മനസ്സുകളുടെ കൊടുക്കൽ വാങ്ങലുകളാണ്. കൊട്ടാരക്കെട്ടിലെ തൂണുകൾക്കിടയിൽ മറഞ്ഞിരുന്ന് ഏഷണി പറയുന്നത് പോലെ അല്ല അത്. പന്തളത്തിനിപ്പോൾ ആവശ്യം സൗഹൃദങ്ങളാണ്. പൊതുശത്രുവിനെതിരെയുള്ള പടയൊരുക്കമാണ് വേണ്ടത്. ബാവർ നമ്മെ സഹായിക്കും. കുഞ്ചുകുറുപ്പ് മുഖത്ത് അടി കിട്ടിയ പോലെ ഇരുന്നു. പന്തളം തമ്പുരാൻ്റെ മുഖം തെളിഞ്ഞു. ബാവർ, അങ്ങേക്ക് പറയാനുള്ളത് പറയാം. ബാവർ തല ഉയർത്തി മുന്നോട്ട് വന്നു. തലപ്പാവ് ഊരി ആചാരപ്രകാരമുള്ള ഉപചാരം ചൊല്ലി. രാജസ്ഥാനത്തിനുടമയായ തമ്പുരാനെ, ഞാൻ ബാവർ, ആലിക്കുട്ടിയുടെയും പാത്തുമ്മയുടെയും മകൻ ബാവർ. ഞാനൊരു മുസൽമാനാണ്. കുരുമുളക് കച്ചവടവും ഉരുനിർമ്മാണവും ഒക്കെയാണ് കുലത്തൊഴിൽ. പിന്നെ കുറച്ച് വൈദ്യവും. കുറേ നാൾ മുന്നേ എൻ്റെ കുടുംബത്ത് ഞാനില്ലാത്ത നേരം നോക്കി ഒരു കൂട്ടരെത്തി. അവർ എൻ്റെ എല്ലാം നശിപ്പിച്ചു. എൻ്റെ എല്ലാമായ ബീവിയെ അവർ കൊന്നു, പുരയ്ക്ക് തീ വച്ചു. ആ ഇബിലീസുകളാണ് അങ്ങയുടെ രാജ്യത്തെ കാർന്ന് തിന്നുന്നത്. കാലം ഇത്രയായിട്ടും അവർക്കെതിരെ ഒരു ചെറു വിരലനക്കാൻ അങ്ങയുടെ പടയാളികൾക്കായില്ല. കരിമലക്കോട്ടയിൽ ഉദയനും അവൻ്റെ ചോളപ്പടയും പടച്ചോനെയും വെല്ലുവിളിച്ചുകൊണ്ട് വിലസുന്നു. ആരുടെ കഴിവുകേടാണ്? എന്നെക്കൊണ്ടാവും വിധമൊക്കെ ഞാൻ എതിർത്തു. പട്ടാണികളെയും റാവുത്തർമാരെയും സംഘടിപ്പിച്ച് ഒരു ചെറിയ പടയുണ്ടാക്കി. പക്ഷേ അവരുടെ ഒളിപ്പോരിന് മുന്നിൽ ഞങ്ങൾ അടിപതറി. അപ്പോഴാണ് അങ്ങയുടെ സൈന്യാധിപൻ എൻ്റെ കൂടാരത്തിൽ വന്നത്. അയാളിൽ ഞാനൊരു പോരാളിയെ കണ്ടു. ദേശത്തെ രക്ഷിക്കണമെന്ന ഉറച്ച തീരുമാനം കണ്ടു. പിന്നെ മറ്റെവിടെയും കാണാത്ത നേരും കണ്ടു. ഞാൻ ബാവർ ഇതാ പ്രതിജ്ഞ ചെയ്യുന്നു. അവസാന ശ്വാസം വരെയും ഈ രാജസ്ഥാനത്തിനും എൻ്റെ ചങ്ങാതിക്കും വേണ്ടി പോരാടും. ഇതൊരു മുസൽമാൻ്റെ വാക്കാണ്, ബാവരുടെ വാക്ക്. ഇത്രയും പറഞ്ഞിട്ട് ആരുടെയും മറുപടിക്കായി കാത്തു നിൽക്കാതെ അയാൾ പുറത്തേക്ക് പോയി. കൊച്ചുകടത്തേക്ക് ആശ്വാസമായി. ഇത് തൻ്റെ ചങ്ങാതിയുടെ വിജയമാണ്. ശത്രുവിൻ്റെ മനസ്സിനെയും സ്നേഹം കൊണ്ട് ജയിക്കുന്ന തൻ്റെ ചങ്ങാതിയുടെ വിജയം. അയാളുടെ കണ്ണുകൾ നിറഞ്ഞു. രാജസദസ്സ് കഴിഞ്ഞപ്പോൾ രാമൻ കടുത്ത അയ്യപ്പനെ അയാളുടെ അറയിലേക്ക് കൊണ്ടുപോയി. അവിടെ കൊച്ചുകടത്തയും പൂങ്കുടിയും വാവരും ഉണ്ടായിരുന്നു. അയ്യപ്പൻ ഒന്നും മനസ്സിലാവാതെ ഇരുന്നു. രാമൻ കടുത്ത അകത്തുപോയി ഒരു കൂട് കൊണ്ടുവന്നു. അതിനുള്ളിൽ ഒരു കൃഷ്ണപ്പരുന്ത്. രാമനെ കണ്ട് അത് ചിറക് വിടർത്തി. ഉറക്കം പോയതിൻ്റെ അസ്വസ്ഥത കാണിച്ചു. അയ്യപ്പൻ്റെ കണ്ണുകൾ വിടർന്നു. ആഹാ, കൊള്ളാലോ. ഇതിനെ എവിടുന്നാണ് പിടിച്ചത്? പിടിച്ചതല്ല, കിട്ടിയതാണ്. ഇടയ്ക്ക് ഞാൻ നാട്ടിലൊന്ന് പോയി. അച്ഛനും അമ്മയ്ക്കും ബലിയിടാൻ തിരുനെല്ലിയിൽ. പാപനാശത്തിൽ കുളിച്ച് തർപ്പണം ചെയ്തു. അവിടെ ഒരു മരച്ചോട്ടിൽ കാക്കകളുടെ കരച്ചിൽ കേട്ട് പോയി നോക്കിയപ്പോൾ ഇവൻ. അന്ന് ഇത്രയൊന്നും ഇല്ല കേട്ടോ. കാക്കകളെ ആട്ടിപ്പായിച്ച് കൂടെ കൂട്ടി. എന്തിനേയും പിടിച്ചു തിന്നോളും. ഇതിപ്പോൾ പരിചയമില്ലാത്ത സ്ഥലമായതുകൊണ്ടാണ് കൂട്ടിലാക്കിയത്. ഇല്ലെങ്കിൽ എപ്പോഴും എൻ്റെ തോളിലാണ് ഇരിപ്പ്. അവൻ്റെ നഖം കൊണ്ട് എൻ്റെ ചുമല് മുഴുവൻ പാട് വീണു. അയ്യപ്പൻ കൂട്ടിലേക്ക് വിരലുകൾ കാണിച്ചു. പരുന്തവനെ ചുണ്ടുകൊണ്ട് മുട്ടി.
എന്താ ഇവൻ്റെ പേര്? തേവർ. കൊച്ചുകടത്തിക്കൊന്നും മനസ്സിലായില്ല. അല്ല അങ്ങനെ ഇവനെ ഇവിടെ കൊണ്ടുവന്ന് എന്തിനാ? പറയാടോ, അത്യാവശ്യം പരിശീലനമൊക്കെ ഞാൻ ഇവന് കൊടുത്തിട്ടുണ്ട്. ഇനിയും തുടരണം. അതെനിക്ക് വിട്ടേക്ക്. രാമൻ ജനിച്ചു വളർന്നത് വയനാട്ടിലെ കാട്ടിലാണ്. ഇവൻ്റെ ഭാഷയൊക്കെ എനിക്കറിയാം. ഇവനെ നമുക്ക് ആവശ്യമുണ്ട്. അത്യാവശ്യ ഘട്ടങ്ങളിൽ സന്ദേശവുമായി ഇവനെ വിടാം. മനുഷ്യൻ്റെ ചോര കുടിക്കുന്ന മഹിഷിക്കും മുതൽ കക്കുന്ന പെരുമ്പാറ്റയ്ക്കും ഇവനെ വേണ്ടല്ലോ. ഓഹോ, അത് ശരി. അപ്പോൾ രണ്ടും കൽപ്പിച്ചാണല്ലേ മൂപ്പിലാൻ്റെ വരവ്. എന്നിട്ട് പറഞ്ഞെന്താ? ഒന്നും അറിയില്ല, ഒന്നും കേട്ടില്ല. കൊച്ചുകടുത്ത രാമൻ കടുത്തയെ സ്നേഹത്തോടെ തല്ലി. അയ്യപ്പൻ പക്ഷേ അതൊന്നും കേട്ടില്ല. അവൻ്റെ കണ്ണുകൾ ആ കൃഷ്ണപ്പരുന്തിലായിരുന്നു. തൻ്റെ സ്വപ്നത്തിൽ ചിറകടിച്ച അതേ ശ്രീകൃഷ്ണപ്പരുന്ത്, തേവർ.